ഒരു ചോദ്യം കൂടെ, സിസ്റ്ററിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും, അതായത് ദുർഗിലെ കന്യാസ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കണ്ടത്. ഞങ്ങൾ ബൈബിള് വായിക്കും, ബൈബിള് കൊണ്ട് കിടക്കും, ഞങ്ങൾ സുവിശേഷം പറയും. അതായത് ദുർഗിലെ ഇഷ്യൂ മറ്റേ കന്യാസ്ത്രീകളെ അറ്റാക്ക് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട്, അതായത് കാത്തലിക് സഭയും കന്യാസ്ത്രീകൾ അച്ഛന്മാരൊന്നും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്നതല്ലയോ അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. 100%. സർ, തീർച്ചയായിട്ടും അത് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ ഭരണഘടനയിലും ഞാൻ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്, വിശുദ്ധ ഗ്രന്ഥമാണ് എൻ്റെ എല്ലാം. അപ്പോൾ ഈ വിശുദ്ധ ബൈബിള് കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ഒരു സീക്രട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ ഭരണഘടനയായ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയാണ്. അതിൽ 42nd അമെൻഡ്മെന്റിൽ എനിക്കും സാറിനും ഈ ഭാരതത്തിലെ 100 കോടി അതിലുള്ള ഓരോ ഭാരതീയനും ഒരുപോലെയാണ് ആ ഓരോ റൈറ്റ്സും തന്നിരിക്കുന്നത്. അതിലൊന്നാണ് വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനുമുള്ള 42nd അമെൻഡ്മെന്റ്. നമ്മുടെ ഭരണഘടനയിൽ എനിക്കും സാറിനും നമ്മുടെ ഓരോ ഭാരതീയനും വിശ്വസിക്കാമെന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുകയും ചെയ്യും. ഈ ഭരണഘടന നിലനിർത്തിയിടത്തോളം കാലം ഞാൻ ഈ ബൈബിളും ഞാൻ എവിടെയൊക്കെ പോയാലും എൻ്റെ കൈ കാണും, ഇനിയും കാണും. ഇതേ ഉടുപ്പിൽ തന്നെ ഞാൻ ഡൽഹി വന്നിട്ടുണ്ട്, പല സ്ഥലങ്ങൾ ഇതേ ഉടുപ്പിൽ തന്നെ ഇനിയും വരും. കാരണം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നമ്മുടെ ഭാരതത്തിന്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കുലറിസം എന്ന ആ നിയമം 42nd അമെൻഡ്മെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഇതേ ധൈര്യത്തോടെ വരും. ഇനി അതില്ലെങ്കിലും ഞാൻ വരും, കാരണം എനിക്ക് ഈശോ എനിക്ക് ധൈര്യം തരുന്നു. അതല്ല, ഇപ്പം സെക്കുലറിസം ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെയും കാത്തലിക് പ്രീസ്റ്റുമാരും കന്യാസ്ത്രീകളും ഇതൊന്നുമില്ലാത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി ചാരിറ്റി സുവിശേഷം ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ആഫ്രിക്കയിലെ ചില ഇസ്ലാമിക രാജ്യങ്ങളും മലയാളി കന്യാസ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇവർ അവിടെ വരെ പോയിട്ടുണ്ട്.